മലയാളം മാധ്യമങ്ങളൊന്നും വാർത്തയാക്കാത്ത എന്നാൽ വലിയ ശ്രദ്ധ ആവശ്യമുള്ള ഒരു വാർത്തയാണ് ഇന്നെനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. അത് ഈ കഴിഞ്ഞ 15-ാം തീയതി, അതായത് കേവലം 2 ദിവസങ്ങൾക്ക് മുമ്പ് ദ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വാർത്തയാണ്. ആ വാർത്ത അമിത്ഷായുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടിയാണ് ആ വാർത്ത തുടങ്ങുന്നത്. ആ വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് വാർത്ത. അവരുടെ എക്സ്ക്ലൂസീവാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലല്ല, ഒറിജിനൽ ദ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്. അതിൽ പറയുന്ന വാർത്ത ഇതാണ്: ടു പ്രിവെൻറ്റ് ഫ്യൂച്ചർ അജിറ്റേഷൻസ് ബൈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, അമിത്ഷാ ഓർഡേഴ്സ് സ്റ്റഡി ഓഫ് പ്രൊട്ടസ്റ്റ് സിൻസ് 1974. 1974 മുതൽ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളെക്കുറിച്ച് വളരെ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസർച്ച് സ്റ്റഡി നടത്താൻ വേണ്ടി അമിത്ഷാ ഓർഡർ ഇട്ടിരിക്കുന്നു എന്നാണ്. കാരണം ഇനി ഭാവിയിലേക്ക് വരാനുള്ള വെസ്റ്റഡ് ആയിട്ടുള്ള നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഈ പ്രധാന പ്രൊട്ടസ്റ്റൊക്കെ തടയുന്നതിന് വേണ്ടിയാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനൊരു ഓർഡർ ഇടണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. കാരണം ഇന്ത്യയിലും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് മറ്റ് നിരവധി ചാനലുകളും ഞാനുമൊക്കെ തന്നെ സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത് നേപ്പാളിലുണ്ടായിട്ടുള്ള ഒരു അൺട്രസ്റ്റ് നമുക്കറിയാം. കാരണം ഒരു ജെൻസിയുടെ വലിയ പ്രക്ഷോഭം ഉണ്ടായെന്ന് നമുക്കറിയാം. ആ പ്രക്ഷോഭത്തിൽ അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ തകർക്കപ്പെട്ടു, രാഷ്ട്രീയ പാർട്ടികൾ തകർക്കപ്പെട്ടു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭമാണ് അവിടെ ഉണ്ടായത്. അവിടെ ഗവൺമെൻറ്റിൻ്റെ പ്രൈം മിനിസ്റ്റർക്ക് തന്നെ അവിടെ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. ഇത് പക്ഷേ നേപ്പാളിൽ ഏറ്റവും അവസാനമുണ്ടായതാണ് ഇന്ത്യയെ ജാഗ്രതപ്പെടുത്തിയതെങ്കിൽ അതിന് തൊട്ടു മുമ്പും ഇന്ത്യയുടെ തൊട്ടടുത്ത എല്ലാ രാജ്യങ്ങളിലും, അയൽപക്ക രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് നമുക്കറിയാം ശ്രീലങ്കയിൽ രാജപക്സെ കുടുംബത്തെ തന്നെ അവർ ഓടിപ്പിച്ചതും അതിൻ്റെ കൊട്ടാരത്തിൽ കുളിക്കുന്നതും പ്രസിഡൻ്റ് പാലസിൽ കുളിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിൽ ഇതുപോലെ തന്നെ അവസ്ഥ കണ്ടു. അവിടെ നിന്നുള്ള ഈ പറയുന്ന പോലെ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ അഭയം പ്രാപിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെയും ഇതുപോലെ തന്നെ ഒരു പ്രൊട്ടസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ഈ പറയുന്ന പോലെ ഷെയ്ഖ് ഹസീനയുടെ പിതാവും അവിടുത്തെ രാഷ്ട്രപിതാവുമായിട്ടുള്ള മുജീബുർ റഹ്മാൻ്റെ ഒക്കെ അടക്കം എല്ലാ പ്രതിമകളും തകർക്കപ്പെടുകയും അവിടെ എല്ലാ കേന്ദ്രങ്ങളും തന്നെ ആക്രമിക്കപ്പെടുകയും ചെയ്തു. നേപ്പാളിലൊക്കെ ആണെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസുകൾ പോലും ബാക്കിയില്ലാതെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് ഈ രാജ്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, തൊട്ടടുത്ത പാകിസ്ഥാനിൽ സംഭവിച്ചിരുന്നു. നമുക്കറിയാം ഇമ്രാൻഖാനെ പിടിച്ച് അവർ ജയിലിലിടുകയും ഏതാണ്ട് ഒരു പട്ടാള ഭരണം എന്ന് പറയുന്ന ഷഹബാസ് ഒക്കെ ഭരിക്കുന്നുണ്ട്, പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് ഒരു പട്ടാള ഭരണം തൊട്ടടുത്ത പാകിസ്ഥാനിൽ നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള അൺട്രസ്റ്റുകൾ മ്യാൻമറിലടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ കൂടി വിജിലൻ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇത്തരം രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഇന്ത്യയിലുണ്ട് എന്ന് ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള അഴിമതിയും നെപ്പോട്ടിസവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രതീക്ഷയറ്റ സ്വന്തം സ്ഥലത്ത് തന്നെ ജോലി കിട്ടാത്ത നിരവധി ചെറുപ്പക്കാരുടെ സംഖ്യയും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചില സ്റ്റഡീസൊക്കെ ഇന്ത്യയിലും അത്തരത്തിൽ ഇപ്പോൾ ഹരിയാന പോലെയുള്ള മേഖലകളിൽ അറൗണ്ട് 30% വരുന്ന ആളുകൾ തൊഴിലില്ലാത്തവരാണെന്നും ഇന്ത്യയിൽ തൊഴിലായും അൺഎംപ്ലോയ്മെൻറ്റ് കുമിഞ്ഞുകൂടുകയാണെന്നും ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന താരിഫൊക്കെ വരുമ്പോൾ, ഇന്നിപ്പോൾ വീണ്ടും ട്രംപുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങിയിട്ടുണ്ട്. മൈ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ അതും കൂടി വന്നാൽ വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയും ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്നുള്ള ഭയവുമൊക്കെ ഗവൺമെൻറ്റിനുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഇത്തരത്തിലുള്ളൊരു ഓർഡർ ഇട്ടുണ്ടാവുക. ഇത് 1970 മുതലുള്ള ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളെക്കുറിച്ച്, പ്രക്ഷോഭങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പഠിക്കാൻ ഓർഡർ ഇട്ടിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം മിനിസ്ട്രിയുടെ കീഴിൽ തന്നെയുള്ള, അതായത് MHAയുടെ കീഴിൽ, അമിത്ഷായുടെ കീഴിൽ തന്നെയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഇപ്പോൾ അലോക് രഞ്ജൻ എന്ന് പറയുന്ന ഒരാളാണ്. അത് 1970 രൂപീകരിക്കപ്പെട്ട ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് ഈ ഇന്ത്യയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നേരിടുന്ന ആവശ്യങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ ഡീറ്റെയിൽഡായി പഠിക്കാനും അതിൽ പരിഹാരം കണ്ടെത്താനും വേണ്ടി രൂപീകരിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിസർച്ച് ഓർഗനൈസേഷൻ കൂടിയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ചും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികളെക്കുറിച്ചും എല്ലാം തന്നെ. അതിൻ്റെ പേരെന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ BPR&D എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിനോടാണ് ഇത് വളരെ ഡീറ്റെയിൽഡായി ഡീപ്പായി അന്വേഷിക്കണം എന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ അദ്ദേഹം അത് അങ്ങനെ ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്
ജൂലൈ അവസാന വാരം ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അതിൻ്റെ 2 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. ആ 2 ഡേയ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസ് എന്നാണ്. ജൂലൈ ലാസ്റ്റ് വീക്കാണ് അത് കണ്ടക്ട് ചെയ്തത്. ആ ലാസ്റ്റ് വീക്കിൽ വെച്ചിട്ടാണ് അമിത്ഷാ ഇത്തരത്തിലുള്ളൊരു ഡയറക്ഷൻ ആളുകൾക്ക് കൊടുക്കുന്നത്. ആ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ പ്രക്ഷോഭങ്ങളുടെയും ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് എന്താണ്, അതിൻ്റെ ഔട്ട്കംസ് എന്തായിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ളതെല്ലാം വളരെ കൃത്യമായി ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽഡായി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ സ്പെസിഫിക്കലി ഇതിൻ്റെ റീസൺസും അതുപോലെ തന്നെ അതിലേക്ക് നയിച്ചിട്ടുള്ള ഈ പറയുന്ന പോലെ പ്രൊട്ടസ്റ്റിലേക്ക് നയിച്ചിട്ടുള്ള പ്രോബ്ലംസ് എന്താണ് എന്നുള്ളതുമൊക്കെ ആഴത്തിൽ പരിശോധിക്കാൻ കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ BPR&D എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഹോം മിനിസ്റ്ററുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ഒരു ടീമിനെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ സ്റ്റേറ്റ് പോലീസുകളിൽ നിന്നുള്ള ഫയൽസും അതുപോലെ ഡീറ്റെയിൽസും എടുത്തുകൊണ്ട് തന്നെ അന്വേഷിക്കാനാണ് ഇവരോടെല്ലാവരോടും തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതുകൊണ്ടും അവസാനിച്ചിട്ടില്ല. കാരണം നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളോടും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞേക്കുന്നത് യു ഷുഡ് ഡ്രോപ്പ് വിത്ത്, നിങ്ങൾ ഈ പറയുന്ന പോലെ ക്ലബ്ബ് ചെയ്യണം മറ്റ് ചില ഡിപ്പാർട്ട്മെൻറ്റുകളുമായി കൂടിയെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ആയിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അതുപോലെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് എന്ന് പറയുന്ന FIU ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഈ പറഞ്ഞ പോലെ ക്ലബ്ബ് ചെയ്യണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആയിട്ട് ക്ലബ്ബ് ചെയ്യണമെന്നും ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ആസ്പെക്റ്റുകളിൽ ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ ക്രൈംസ് ഡീൽ ചെയ്യുന്ന ഏജൻസികളുമായൊക്കെ തന്നെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള ഒരു അന്വേഷണം നടത്തണം എന്നുമാണ് അമിത്ഷാ യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോടും നാഷണൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോടും നമ്മുടെ BSF എന്ന് പറയുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോടുമൊക്കെ തന്നെ ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയോടുമൊക്കെ തന്നെ അവരൊക്കെ തന്നെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഖലിസ്ഥാൻ എക്സ്ട്രീമിസം, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട പഞ്ചാബിലൊക്കെ സിഖുകാരുടെ ഇടയിൽ വളർന്നു എന്നുള്ള ഖലിസ്ഥാൻ തീവ്രവാദത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്നും ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നെല്ലാം തന്നെ പഞ്ചാബിനെക്കുറിച്ച് നല്ല ധാരണയുള്ള നിരവധി ആളുകളെ കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുമാണ് അമിത്ഷാ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് നേപ്പാളിൻ്റെയൊക്കെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠനം നടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് മറ്റ് ചില ആസ്പെക്റ്റുകൾ കൂടിയുണ്ട് എന്നുള്ളത് കാണാതെ പോകരുത്. കാരണം ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള അൺട്രസ്റ്റുകൾക്ക് വിദേശത്ത് നിന്ന് പണം വരുന്നുണ്ടോ എന്ന് പറയുന്ന പല സംശയങ്ങളുമുണ്ട്. വിദേശത്തു നിന്നുള്ള ഏജൻസികൾ അതിനകത്ത് ചില ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന സംശയങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയുമായി നമ്മൾ അത്ര സുഖത്തിലല്ലാതെ നിൽക്കുമ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഏജൻസീസിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനത്തിലേക്ക് പോകണം എന്ന് അമിത്ഷാ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തേത്, ഇവിടെ ഉയർന്നു വരുന്ന ഒരു പൊളിറ്റിക്കലി ഗവൺമെൻറ് ഉയർന്നു വരുന്ന ചില ത്രെട്ടുകളും കൂടി ഗവൺമെൻറ് കാണുന്നുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം വോട്ട് ചോരി വിവാദത്തിന് ശേഷം അതുപോലെ തന്നെ വോട്ട് അധികാർ യാത്രയ്ക്ക് ശേഷമൊക്കെ തന്നെ പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നേട്ടം ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലുകളിലുമൊക്കെ അൺഹാപ്പി ആയിട്ടുള്ള ഒരു ജനത കൂടി ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളത് വലിയ വ്യാപകമായിട്ടുള്ളൊരു കാര്യമാണ്. നാലാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യങ്ങളിലെല്ലാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മ്യാൻമറിലാണെങ്കിലും സൂചിയുടെ കാര്യത്തിലാണെങ്കിലും ഇമ്രാൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ രാജപക്സയുടെ ശ്രീലങ്കയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് തൊട്ട് പറയുന്ന ഈ പറഞ്ഞ ഒലിയുടെ നേപ്പാളിൻ്റെ കാര്യത്തിലാണെങ്കിലും ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവിടെയുള്ള ഒരു പുതിയ തലമുറയിലെ ആളുകൾക്കെല്ലാം തന്നെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ ഒരു പ്രക്ഷോഭം ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടാവുകയും വലിയ എക്കണോമിക് ആയിട്ടുള്ള ഡൗൺഫോൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ അത് ഇന്ത്യയെ തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കുള്ള സാധ്യത കൂട്ടും എന്നുള്ളൊരു കണക്ക് കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ കൂടി ഈ വാർത്തയിലില്ലെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ലോകത്തുള്ള രാജ്യങ്ങളിൽ 6%-നും 8%-നും ഇടയ്ക്ക് GDP-യിൽ വളർച്ചാ നിരക്ക് കാണിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഞാൻ മറ്റൊരു വീഡിയോയിൽ തന്നെ നിങ്ങളോട് വളരെ ഡീറ്റെയിൽ
ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യയുടെ പ്രവാസ ലോകം എന്ന് പറയുന്നത് ഏതാണ്ട് 3.5 കോടിയിലധികം വരുന്ന ആളുകളാണ്. അവർക്കെല്ലാം തന്നെ മറ്റു രാജ്യങ്ങളിൽ അവർ ജീവിക്കുന്ന ആളുകളാണ്. കാരണം ഇവിടെ വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും മറ്റു രാജ്യങ്ങളിൽ പോയി അവരവിടെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ തൊഴിൽ നഷ്ടം ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇവിടെ തന്നെ ആളുകൾക്ക് വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് രംഗം വലിയ തോതിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കാറുകളുടെ വിൽപ്പന ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബൂം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് നിരവധി തൊഴിലവസരങ്ങൾ ആളുകൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അർത്ഥം. കൂടാതെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കൾച്ചർ കോവിഡിന് ശേഷം ഡെവലപ്പ് ചെയ്തത് സ്വീപ്പർക്കും പിയൂണിനും കാവൽ നിൽക്കുന്ന വാച്ച്മാനുമടക്കം ജോലികൾ നഷ്ടപ്പെടുന്ന ഓഫീസ് സ്പേസുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയുമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക്, ഇക്കണോമിക് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് കൂടി വന്നാൽ ഇതിനൊക്കെയുള്ള ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പഠനം കൂടി ഗവൺമെൻറ് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് 5%, 10% പേർക്ക് ജോലികൾ നഷ്ടപ്പെട്ടാൽ അത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്നും ഗവൺമെൻറ് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ 51 ലക്ഷത്തോളം ആളുകളുണ്ട് അമേരിക്കയിൽ എന്ന് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ജോലി നഷ്ടപ്പെട്ടാലും ഒക്കെ വലിയ പ്രശ്നങ്ങളായിരിക്കും. എന്തായാലും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അയൽ രാജ്യങ്ങളിൽ നിന്നെല്ലാം പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് കുറേ കൂടി ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പഠനത്തോടൊപ്പം തന്നെ ഗവൺമെൻറ് ചെയ്യേണ്ടത് കുറേ കൂടി കൃത്യമായിട്ടുള്ള ജനപ്രിയ നടപടികളിലേക്ക് കൂടി കടക്കണം എന്നുള്ളതാണ്. ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം. അത് വോട്ട് ചോരി വിവാദത്തിലാണെങ്കിൽ ശരി, മറ്റേ ഇക്കണോമിക് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ഒരു വലിയ ബൂസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഗവൺമെൻറ് അത്തരത്തിലുള്ള നടപടികൾ എടുത്തേ പറ്റൂ. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള ചെറിയ നടപടികൾ ഗവൺമെൻറ് എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം GSTയുടെ കാര്യത്തിൽ വലിയ കുറവ് ചില കാര്യങ്ങളിലെങ്കിലും ഉണ്ടാകാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ ഈ പറയുന്ന റിഫ്ലക്ഷൻ പൊതുവിപണിയിലൊന്നും ഉണ്ടാകും എന്ന് നമ്മൾക്ക് വിചാരിച്ചുകൂടാ. പക്ഷെ അതിന് പോലും ഗവൺമെൻറ് നിർബന്ധിതമായത് ഇക്കണോമിക്കലായി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അമിത്ഷാ ഈ പറയുന്ന പഠനമൊക്കെ നടത്തുന്നതിനോടൊപ്പം രാഷ്ട്രീയമായി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്.